ഇതാണ് നമ്മുടെ പ്ലാൻ. ആദ്യം തന്നെ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് മാത്രം വെച്ച് പഠിച്ചാൽ എത്ര മാർക്ക് വരെ കിട്ടുമെന്ന് നോക്കണം. അതിനുശേഷം നമുക്ക് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ്, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്നുള്ളത് നോക്കണം. എന്നിട്ട് ഈ ടോപ്പിക്സ് ഒക്കെ എഫക്റ്റീവായിട്ട് പഠിക്കാനുള്ള ഡെയിലി സ്ട്രാറ്റജി സെറ്റ് ചെയ്യണം. ആൻഡ് ഫൈനലി നിങ്ങൾ ഇനിയുള്ള ദിവസത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു 10 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും കൂടെ ഞാൻ ഷെയർ ചെയ്യാം. ഈ വീഡിയോ റിപ്പീറ്റേഴ്സും കൂടെ കാണണേ. ഒറിജിനലി ഞാൻ ഈ വീഡിയോ ഇപ്പോൾ അവസാന നിമിഷം പഠിച്ചു തുടങ്ങിയവർക്ക് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്തത്. പക്ഷേ അതിനുവേണ്ടി പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കുറച്ച് വീഡിയോസൊക്കെ അനലൈസ് ചെയ്തപ്പം കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കാം, പക്ഷേ നിങ്ങളിൽ കുറച്ച് പേർക്ക് ഇതൊരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും. സോ ഈ വീഡിയോയുടെ ഫസ്റ്റ് ഹാഫ് നിങ്ങളും കാണണം. അതുപോലെ ഒരു കാര്യം കൂടെ, നിങ്ങളിൽ കുറച്ച് പേരൊക്കെ +2 കഴിഞ്ഞ് ചെറിയൊരു ഗ്യാപ്പിന് ശേഷമായിരിക്കും ഇപ്പം എക്സാമിന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ലാസ്റ്റ് ഇയേഴ്സ് നമ്മുടെ സിലബസിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുള്ള കാര്യം അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് NCERT ടെക്സ്റ്റ് ബുക്ക് വെച്ച് തന്നെ പഠിക്കണം. കുറേ ചാപ്റ്റേഴ്സ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്, കുറച്ച് പോർഷൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഡിലീറ്റ് ആയ ചാപ്റ്റേഴ്സ് പഠിച്ചാലും കുഴപ്പമില്ല, പക്ഷേ ആഡ് ചെയ്ത ആ ഭാഗങ്ങൾ മിസ്സാക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ടെക്സ്റ്റ് ബുക്കുകൾ ഇല്ലെങ്കിൽ അതിൻ്റെ PDF NTAയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്, അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ഒരുപാട് സ്ട്രാറ്റജി വീഡിയോസ് ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഈ 25 ടോപ്പിക്സ് മാത്രം പഠിച്ചാൽ മതി, അല്ലെങ്കിൽ 50 ടോപ്പിക്സ് മാത്രം പഠിച്ചാൽ മതി, ഫിസിക്സിൽ ഈ 10 ചാപ്റ്റർ മാത്രം നോക്കിയാൽ മതി. ഈ ഒരു രീതിയിലുള്ള കുറേ വീഡിയോസ് ഇപ്പോൾ കിടപ്പുണ്ട്. ഇവർ ഈ സ്ട്രാറ്റജി ഉണ്ടാക്കുന്നത് കഴിഞ്ഞൊരു 5-10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് അത് അനലൈസ് ചെയ്ത് ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പം ഞാൻ ഈ തിയറി ഒന്ന് ടെസ്റ്റ് ചെയ്തു. 2018 തൊട്ട് 22 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് അതിലെ ക്വസ്റ്റ്യൻസിൻ്റെ നമ്പറിൻ്റെ ബേസിസിൽ ആ ഒരു വെയിറ്റേജ് അനുസരിച്ച് ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കി. എന്നിട്ട് അതിലെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ എത്ര മാർക്ക് കിട്ടുമായിരുന്നു എന്നുള്ള കാര്യം ഒന്ന് നോക്കി. ഇത് ആദ്യം ഞാൻ ടെസ്റ്റ് ചെയ്തത് ബയോളജിയിലാണ്. ബയോളജിയിലെ ചാപ്റ്റേഴ്സിനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെ ഒരു 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം വെയിറ്റേജിൻ്റെ ബേസിസ്. ഒരു 3+ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു 20 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതുപോലെ ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു 6 ചാപ്റ്റേഴ്സും ബാക്കിയെല്ലാം ഒരു 1 to 2 ക്വസ്റ്റ്യൻസ്. ഇതിലെ ഏറ്റവും ഹൈ വെയിറ്റേജ് ഉള്ള 20 ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചിട്ട് പോയായിരുന്നെങ്കിൽ എനിക്ക് 360ൽ ഒരു 260 മാർക്കിനുള്ള നോളജ് ഉണ്ടായിരുന്നു. ഇനി അതിൻ്റെ കൂടെ ഒരു മീഡിയം വെയിറ്റേജ് ഉള്ള ഒരു 5-6 ചാപ്റ്റർ കൂടെ ആഡ് ചെയ്തായിരുന്നെങ്കിൽ ആ 260 ഒരു 328 വരെ എത്തിയാണ്. സോ ഈ 2 കാറ്റഗറി ചാപ്റ്റേഴ്സ് നോക്കി പോയാൽ തന്നെ എനിക്ക് അത്യാവശ്യം നല്ലൊരു മാർക്ക് കിട്ടുമായിരുന്നു. അവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു കാണും, ഈ മീഡിയം വെയിറ്റേജ് ആയിട്ടുണ്ടായിരുന്ന ഒരു 6 ചാപ്റ്ററിൽ നിന്ന് 68 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ വന്നു. നിങ്ങൾ ഈ വർഷം ഈ സെയിം സ്ട്രാറ്റജി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഇതിനെക്കാട്ടും മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം കഴിഞ്ഞ വർഷത്തെക്കാട്ടും നിങ്ങൾക്ക് ഒരു 6 ചാപ്റ്റർ കുറവുണ്ട് ഈ വർഷത്തെ സിലബസിൽ. അപ്പം അതിലെ മാർക്കും കൂടെ ഈ ചാപ്റ്റേഴ്സിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. സോ ഈ വർഷം ആ 20 ചാപ്റ്റേഴ്സ് പഠിച്ചാൽ ചിലപ്പോൾ ഒരു 280 മാർക്കിനുള്ളത് കിട്ടും. 25 പഠിക്കുകയാണെങ്കിൽ ഒരു 340 മാർക്കിനടുത്ത് വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ സംഭവിക്കുന്നില്ല, പക്ഷെ അതിനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. ഇനി ഫിസിക്സ് നോക്കിയപ്പം ഇതിനെക്കാട്ടും ബെറ്റർ ആയിരുന്നു. ഫിസിക്സിൽ ഹൈ വെയിറ്റേജ് എന്ന് പറയുന്ന ഒരു 14 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ നിന്നെല്ലാം ഒരു 2+ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യായിരുന്നു. അപ്പം ഈ 14 ചാപ്റ്റേഴ്സ് പെർഫെക്റ്റ് ആക്കി പോയായിരുന്നെങ്കിൽ കഴിഞ്ഞ വർഷം 45 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് 35 ക്വസ്റ്റ്യൻ കിട്ടിയാണ്. ഫിസിക്സിൽ ടോട്ടൽ ഏകദേശം 30 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പം അതിന്റെ പകുതി പഠിച്ചപ്പോൾ തന്നെ 45ൽ 35 ക്വസ്റ്റ്യനും കിട്ടാനുള്ള ചാൻസ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇതിന് സിമിലർ ആയിട്ട് തന്നെയാണ് കെമിസ്ട്രിയുടെയും കാര്യം. അതുപോലെ ഫിസിക്സിൽ ശ്രദ്ധിച്ച വേറൊരു കാര്യമാണ്, നിങ്ങളുടെ ഫിസിക്സിലെ ക്വസ്റ്റ്യൻസിൽ ഓൾമോസ്റ്റ് ഒരു 75% 80% ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ആണ്. എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയറിലെ സെയിം ക്വസ്റ്റ്യൻ അതുപോലെ റിപ്പീറ്റ് ചെയ്യുന്നതല്ല, അതിനകത്തെ വാല്യൂസ് മാറിയിട്ടുണ്ടാവും, ആ ക്വസ്റ്റിനെ ഫ്രെയിം ചെയ്തിരിക്കുന്ന രീതിക്കും ഡിഫറൻസ് ഉണ്ടാവും, അതിനുവേണ്ടി യൂസ് ചെയ്തേക്കുന്ന സെന്റൻസുകളൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പ് സെയിം ആണ്. അതായത് ബേസിക് ക്വസ്റ്റ്യനും അത് സോൾവ് ചെയ്യേണ്ട രീതിയും സിമിലർ ആണ്. 36 ഇയറിൻ്റെയൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്കുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പം ഞാൻ ആലോചിക്കാറുണ്ടായിരുന്നു, ഇത്രയൊക്കെ ബാക്കോട്ട് പോകുന്നത് ഇച്ചിരി ഓവറല്ലേ. പക്ഷെ നിങ്ങളുടെ ഫിസിക്സിൻ്റെ പാറ്റേൺ നോക്കിയിട്ട് എനിക്ക് മനസ്സിലായത് നിങ്ങൾ മാക്സിമം PYQ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. അവിടെയും ക്വസ്റ്റ്യൻ അതുപോലെ കാണാപ്പാടം പഠിച്ച് അത് എക്സ്പെക്ട് ചെയ്യരുത്. ആ ബേസിക് ക്വസ്റ്റ്യൻ സിമിലർ ആയിട്ട് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സെയിം കാര്യം തന്നെ കെമിസ്ട്രിയിലെ പ്രോബ്ലം സോൾവിംഗ് ക്വസ്റ്റ്യൻസിലും ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് കുറച്ച് കോൺഫിഡൻസ് കൂടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് പേഴ്സണലി നിങ്ങളുടെ കാര്യത്തിൽ നല്ലോണം കോൺഫിഡൻസ് കൂടി കഴിഞ്ഞ ഒരു 2 ദിവസത്തിനിടയിൽ. നീറ്റ് 45 ദിവസം കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് എന്നോട് നിങ്ങളൊരു 1 മാസം മുമ്പ് ചോദിച്ചായിരുന്നെങ്കിൽ ഞാൻ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞാണ്. പക്ഷെ ഇപ്പം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത ഇൻഫർമേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് പോസിബിൾ ആണ്. നിങ്ങൾ ഇനിയുള്ള സമയം എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യണമെന്ന് മാത്രം. അതുപോലെ തന്നെ ഓവർ കോൺഫിഡൻ്റ് ആകരുത്. ഞാനിപ്പം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന ചാപ്റ്റേഴ്സിൽ എല്ലാ ഡിഫിക്കൽട്ട് ചാപ്റ്റേഴ്സും വരുന്നുണ്ട്, എല്ലാ ഡിഫിക്കൽട്ട് കൺസെപ്റ്റ്സും ഒക്കെ അതിൻ്റെ അകത്ത് അടങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ലാസ്റ്റ് 30 ഡേയ്സിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആകാത്ത ചാപ്റ്റേഴ്സിൻ്റെ എല്ലാം ക്ലാസ് കണ്ടിട്ടോ അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചിട്ടോ അതിലെ ബേസിക് കോൺസെപ്റ്റ്സ് എല്ലാം ക്ലിയർ ആക്കണം. നിങ്ങൾ +1 +2 സ്കൂളിൽ അത്ര ശ്രദ്ധിച്ചൊന്നും ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ ചിലപ്പം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. പക്ഷേ +1 +2 അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് പഠിച്ചവർക്ക് ഇനിയുള്ള സമയം കൊണ്ട് എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആണ്. എസ്പെഷ്യലി അതിനുള്ള തിയറി നോളജ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പോസിബിൾ ആണ്. അപ്പോൾ ആ തിയറി പെട്ടെന്ന് റെഡി ആയിട്ട് ഇത് എഫക്റ്റീവായിട്ട് എക്സാമിന് അപ്ലൈ ചെയ്യാൻ കൂടെ പഠിക്കണം. ആ ഒരു പാർട്ടാണ് നിങ്ങളുടെ റാങ്ക് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്.
അപ്പം അതിനും ആവശ്യമുള്ള വീഡിയോകളൊക്കെ ഇനി അങ്ങോട്ട് ചെയ്ത് പോകും. അത് വെച്ചൊക്കെ കുറച്ച് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാനിപ്പോൾ ഫിസിക്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ കാര്യം പറഞ്ഞു. അത്യാവശ്യം നല്ല കോച്ചിങ് സെന്റേഴ്സിലെല്ലാം ഈ മോഡൽ എക്സാംസ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ആയിട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അത് ചെയ്ത് പോകുമ്പോൾ തന്നെ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കും. ഇനി ഞാൻ നിങ്ങളെ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് അനുസരിച്ചുള്ള ചാപ്റ്റേഴ്സിന്റെ ലിസ്റ്റ് കാണിക്കാം. അപ്പം അത് ഓൾറെഡി കയ്യിലില്ലാത്തവരെല്ലാം ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയിൽ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സിൻ്റെ പോലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൻ്റെ ഒരു ലിസ്റ്റ് ഉള്ളതും വളരെ നല്ലതാണ്. ഈ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൻ്റെ ഒരു ലിസ്റ്റ് ഏകദേശം പ്രയോറിറ്റി ഓർഡർ അനുസരിച്ച് ഞാൻ പ്രിപ്പയർ ചെയ്ത് ഒരു ദിവസത്തിനുള്ളിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അതൊന്നെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ ആ ലിസ്റ്റിലും ശ്രദ്ധിക്കണം. അതിൽ നിന്ന് മാത്രമേ വരുള്ളൂ എന്ന് എനിക്ക് 100% കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ബേസിസിൽ ഒരു പ്രോബബിലിറ്റിയുടെ ബേസിസിൽ ഉണ്ടാക്കുന്ന ലിസ്റ്റാണ്. സോ ഒരുപാട് പഠിക്കാനുള്ളവർ അത് ഫോളോ ചെയ്താൽ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഒരു കാര്യം, ഈ ടോപ്പിക്സിൻ്റെ ലിസ്റ്റിൻ്റെ നല്ല നീളം കാണും ചിലപ്പോൾ. പക്ഷെ അത് കണ്ട് പേടിക്കരുത്. അതിലെ ചില ടോപ്പിക്സ് ഒക്കെ നിങ്ങളൊരു 10-15 മിനിറ്റ് കൊണ്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. അതിലൊരു 2-3 MCQ ചെയ്യുമ്പോഴേക്ക് അത് ക്ലിയർ ആവും. അതുകൊണ്ട് ടോപ്പിക്സിൻ്റെ എണ്ണം കണ്ട് നിങ്ങൾ ടെൻഷൻ ആകണ്ട. ഈ ടോപ്പിക്സിന്റെ സൈഡിലായിട്ട് ഞാൻ 2 കോളം കൂടെ ആഡ് ചെയ്യാം. അത് നിങ്ങൾ ആദ്യം പഠിച്ചു പോകുമ്പോൾ ആദ്യത്തെ കോളത്തിൽ ടിക്കറ്റ് പോവുക, എന്നിട്ട് ഒരു റൗണ്ട് റിവിഷനും കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കണം. അപ്പോൾ മാക്സിമം ടോപ്പിക്സിനും 2 ടിക്ക് വീഴ്ത്താൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് ആവശ്യം ഇനിയുള്ള ഒരു 44-45 ദിവസത്തേക്കുള്ള ഡെയിലി സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പോൾ കണ്ട പോലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിന് ടോപ്പ് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ടൈം ടേബിളിനെ അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി ഇങ്ങനെ പ്രയോറിറ്റി കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ചെയ്യാം. ഹൈ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സിൽ തന്നെ കുറച്ചെണ്ണം നിങ്ങൾക്ക് എളുപ്പമുള്ളതും കാണും, കുറച്ചെണ്ണം നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ഉള്ളതും കാണും. അപ്പം ഇത് രണ്ടും മിക്സ് ചെയ്ത് നിങ്ങൾ പ്ലാൻ ചെയ്യും. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ തുടങ്ങുന്ന ദിവസങ്ങളിൽ നല്ല മോട്ടിവേഷനോടെ നല്ല വാശിക്കായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഹൈ വെയിറ്റേജ് ഡിഫിക്കൽട്ട് ചാപ്റ്റേഴ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഒരു 3 ദിവസം അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തൊരു 2 ദിവസത്തേക്ക് ഹൈ വെയിറ്റേജ് ഈസി ചാപ്റ്റേഴ്സ് പഠിക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ മിക്സ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മടുക്കത്തില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എന്തൊക്കെ പഠിച്ചു എന്ന് വെച്ചാലും അത് ഒരു തവണയെങ്കിലും റിവൈസ് ചെയ്തില്ലെങ്കിൽ കാര്യമില്ല. അതുകൊണ്ട് ലാസ്റ്റ് ഒരു 2 ആഴ്ച അല്ലെങ്കിൽ മിനിമം ഒരു 10 ഡേയ്സ് എങ്കിലും നിങ്ങൾ ഒരു റൗണ്ട് റിവിഷന് വേണ്ടി മാറ്റി വെക്കണം. 2 വീക്സ് വെക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ലാസ്റ്റ് വീക്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്ര സമയം നിങ്ങൾക്ക് കിട്ടത്തില്ല. അതിൻ്റെ ഇടയിൽ കൂടി ആയിരിക്കും നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരുന്നത്. അതേപോലെ ഹോസ്റ്റലിലുള്ളവരൊക്കെ ഷിഫ്റ്റ് ചെയ്യാനുണ്ടാവും. പിന്നെ എക്സാമിന് തൊട്ട് മുമ്പുള്ള ദിവസമൊക്കെ ഒന്നും പഠിക്കാതിരിക്കുന്നതാണ് ബെറ്റർ. അതുകൊണ്ട് അവസാന ദിവസങ്ങളിൽ കുറച്ച് സമയം കുറച്ചേ കിട്ടുള്ളൂ എന്നറിഞ്ഞ് ഇപ്പം തന്നെ റിവിഷനുള്ള പ്ലാനും സെറ്റ് ചെയ്ത് വെക്കുക. ഇനി ഓരോ ദിവസവും എങ്ങനെ ക്രമീകരിക്കണമെന്ന് ചോദിച്ചാൽ അതിന് ഞാൻ മുമ്പ് ചെയ്ത എന്താണ് ഹാർഡ് വർക്ക് എന്ന വീഡിയോയിൽ പറയുന്ന ആ സെയിം ഫ്രെയിം വർക്ക് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി ഒറ്റ സെൻറ്റൻസിൽ പെട്ടെന്നൊന്ന് പറയാം. നമ്മളൊരു ദിവസത്തെ 1.5-2 മണിക്കൂർ നീളമുള്ള സ്റ്റഡി സെഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ എല്ലാ ഇടയിൽ മിനിമം ഒരു 10 മിനിറ്റ്സിൻ്റെയെങ്കിലും ബ്രേക്ക് എടുക്കുക. വൈകുന്നേരം അത്യാവശ്യം ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറിൻ്റെ ബ്രേക്ക് എടുക്കണം. ഇതിൻ്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്, നമ്മളൊരു സ്ഥലത്ത് ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പം മടുക്കുന്നൊരവസ്ഥ വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണം. അപ്പോൾ ആ മുമ്പത്തെ വീഡിയോ ഒന്നുകൂടെ ഓടിച്ചെന്ന് കാണുക. അപ്പോൾ കുറച്ചും കൂടെ ആ ഐഡിയ ക്ലിയർ ആവും. ഇനി നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് നോക്കേണ്ട കാര്യം, രാവിലെ എഴുന്നേറ്റുള്ള ആദ്യത്തെ സെഷനിൽ തലേ ദിവസം വായിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. നമ്മളൊരു കാര്യം ഒരു ദിവസം പഠിച്ച് അന്ന് നല്ലോണം കിടന്നുറങ്ങി അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് ആ സെയിം കാര്യം ഒന്നുകൂടെ നോക്കുമ്പം ആ മെമ്മറിയുടെ ഫൗണ്ടേഷൻ കുറച്ചുകൂടെ സ്ട്രോങ് ആവും. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ റിവിഷൻ എന്ന് പറയുന്നത് നല്ല സ്പീഡ് ചെയ്യണം. അല്ലാതെ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച അതേ പേസിൽ പോകരുത്. നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കാനുള്ള സമയം അതിനുവേണ്ടി മാറ്റിവെക്കാൻ പറ്റുള്ളൂ. അത്രയും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഉച്ച കഴിഞ്ഞുള്ള സെഷനിൽ MCQസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നതാണ്. ബാക്കിയുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്തുള്ള എക്സ്പീരിയൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് ഒരു 15 ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ളായിട്ട് ടൈം വെച്ച് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് നിങ്ങൾക്ക് 45 ദിവസമുണ്ട്, 3 ദിവസം കൂടുമ്പം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്തു പോകാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ അത് പറ്റിയില്ലെങ്കിൽ മിനിമം ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും ചെയ്യണം. അതിലൊരു 5 എണ്ണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും 5 എണ്ണം മോക്ക് എക്സാംസും ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്രാഷ് പ്രോഗ്രാമിനൊന്നും ജോയിൻ ചെയ്യുന്നില്ലെങ്കിൽ ഒരു മോക്ക് എക്സാം സീരീസിൽ എന്തായാലും ജോയിൻ ചെയ്യണം. അത് അത്യാവശ്യമാണ്. അത് ചെയ്യുമ്പോഴും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് ഒരുപാട് സ്റ്റുഡൻസ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യാൻ നോക്കുക. നമ്മൾ കുറച്ച് പേര് മാത്രം എഴുതുന്ന ഒരു എക്സാമിൽ നല്ല മാർക്ക് മേടിച്ചാൽ അതൊരു ഫോൾസ് കോൺഫിഡൻസ് ആണ് തരുന്നത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് അപ്പിയർ ചെയ്യുന്ന മോക്ക് എക്സാംസ് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ബ്രില്യൻറ്റിൻ്റെ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ സൈലത്തിൻ്റെ ജോയിൻ ചെയ്യാം. ഇനി ഓൾ ഇന്ത്യ ലെവലിൽ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി നിങ്ങൾ ഉച്ച കഴിഞ്ഞ് സ്വന്തമായിട്ട് മോഡൽ എക്സാംസ് ചെയ്യുന്ന ദിവസങ്ങളിൽ അത് കഴിഞ്ഞുള്ള സെഷൻസ് എല്ലാം അതിൻ്റെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതും നിങ്ങൾക്ക് റിപ്പീറ്റേഴ്സിനെ പോലെ ആയിരിക്കില്ല. നിങ്ങൾ ആദ്യമൊക്കെ ചെയ്യുമ്പം പകുതി കൂടുതലും ചിലപ്പോൾ തെറ്റായിരിക്കും.
അപ്പം അതെല്ലാം കറക്റ്റ് ചെയ്യാൻ ഇഷ്ടംപോലെ സമയം വേണം. അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയം ഒരിക്കലും ഒരു വേസ്റ്റ് ആയിട്ട് കാണരുത്. അതാണ് ശരിക്കും റിവിഷൻ. ഈ മോക്ക് എക്സാംസിന്റെ ഉദ്ദേശം അതാണ്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം എഴുതാൻ പോകുന്ന മോക്ക് എക്സാംസിന്റെ ഒന്ന് റിസൾട്ട് കണ്ട് ഡെസ്പ് അടിച്ചിരിക്കരുത്. ആ മാർക്കിന് ഒരു പരിധിക്ക് അപ്പുറത്തോട്ട് സിഗ്നിഫിക്കൻസ് ഇല്ല. ഞാൻ പഠിച്ചത് ബ്രില്യന്റിലായിരുന്നു. അവിടെയായിരുന്നു ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ആ സമയത്ത് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് അവിടുത്തെ മോക്ക് എക്സാംസിൽ എന്ത് റാങ്കാണോ കിട്ടുന്നത്, ഏകദേശം അതുമായിട്ട് അടുത്തൊരു റാങ്ക് തന്നെ നമുക്ക് ഫൈനൽ എക്സാമിനും കിട്ടുമെന്നാണ് പൊതുവെ പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് അവിടുത്തെ ഒരു മോക്ക് എക്സാമിന് ഫസ്റ്റ് റാങ്ക് കിട്ടിയായിരുന്നു. പക്ഷെ അതൊരു 2 ദിവസം അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവും. അല്ലാതെ ആ ഒരു റിസൾട്ടിന് ഒരു സിഗ്നിഫിക്കൻസും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മോക്ക് എക്സാംസിൽ കിട്ടുന്ന മാർക്കിനെ കുറിച്ച് ആലോചിച്ച് ഒരുപാട് സമയം കളയാതിരിക്കുക, അത് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും. ഇനി നിങ്ങൾ ഈ പ്രിപ്പറേഷൻ്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു 10 പോയിന്റും കൂടെ പറയാം. നമ്മൾ വെയിറ്റേജ് അനുസരിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ഏതാണെന്ന് ഇപ്പോൾ കണ്ടു. നിങ്ങൾ അത് മാത്രം പഠിച്ചിട്ട് പോകാൻ പ്ലാൻ ഇടരുത്. എസ്പെഷ്യലി നിങ്ങൾക്ക് ഒരു 600+ മാർക്ക് വേണമെങ്കിൽ. ഇത് കേട്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ മെജോറിറ്റി ക്വസ്റ്റ്യൻസും ഈസി ആൻഡ് മീഡിയം ഡിഫിക്കൽറ്റി ലെവലാണ്. അപ്പോൾ അതുകൊണ്ട് ഏതൊരു ചാപ്റ്ററിൽ നിന്നാണെങ്കിലും ഒരു ഈസി ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അത് നിങ്ങൾ മിസ്സാക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ഏറ്റവും ലോ പ്രയോറിറ്റി കൊടുക്കുന്ന ചാപ്റ്ററിലെ പോലും ഈസി ക്വസ്റ്റ്യൻസ് വന്നാൽ അത് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലെങ്കിലും പഠിക്കണം. അതുപോലെ തന്നെ ഓർക്കണം, നിങ്ങളൊരു 2 ചാപ്റ്റർ 100% പെർഫെക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു 5 ചാപ്റ്ററിൻ്റെ ഒരു 75% കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഒരു ചാപ്റ്ററിനെയും കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് വിട്ട് കളയരുത്. ഇനി ഇങ്ങനെ ഈസി ക്വസ്റ്റ്യൻസ് എന്നും ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് എന്നും എങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു സംശയം കാണും. അതിന് പറ്റിയ സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഇപ്പം ഞാൻ അവസാനമായിട്ട് അങ്ങനെ കണ്ടൊരു എക്സാമ്പിൾ സൈലത്തിലെ സ്റ്റഡി മെറ്റീരിയലാണ്. ഞാൻ 2 വർഷം മുമ്പ് അവിടെ വർക്ക് ചെയ്തപ്പം അവിടുത്തെ സ്റ്റഡി മെറ്റീരിയലിൽ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസും ബാക്കി ഈസി ആൻഡ് മീഡിയം ക്വസ്റ്റ്യൻസും സെപ്പറേറ്റ് സെക്ഷൻസ് ആയിട്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. എസ്പെഷ്യലി ഒരു 400, 500, 600 മാർക്കൊക്കെ ലക്ഷ്യം വെക്കുന്നവർ. ഇപ്പോഴും അവിടുത്തെ മെറ്റീരിയൽ അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് സൈലത്തിൽ പഠിക്കുന്നവരൊന്ന് കമന്റിൽ കൺഫേം ചെയ്യണേ. നിങ്ങൾക്ക് എല്ലാവരുടെയും കയ്യിൽ MCQ പ്രാക്ടീസ് ചെയ്യാൻ ഓൾറെഡി ബുക്ക് കാണും. ഇനി അങ്ങനെ ഒരു ബുക്ക് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ എന്തായാലും ഒരു NCERT ബേസ്ഡ് MCQ ക്വസ്റ്റ്യൻ ബാങ്ക് ആവശ്യമുണ്ട്. അതിന് നിങ്ങൾക്ക് MTG അല്ലെങ്കിൽ ഓസ്വാൽ പോലത്തെ ബ്രാൻഡുകളുടെ ബുക്ക് യൂസ് ചെയ്യാം. ഇത് രണ്ടും ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ സമയത്ത് യൂസ് ചെയ്തിട്ടുള്ളതാണ്. അത്യാവശ്യം അഫോർഡബിളും ആണ്. പിന്നെ നിങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നം, ബാക്കിയുള്ള പിള്ളേരെ വെച്ച് അവസാനം റിവൈസ് ചെയ്യാൻ വേണ്ടി ഷോർട്ട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് സമയം കുറവാണ്. അപ്പം അതും സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. അതിന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു സാധനമാണ് മൈൻഡ് മാപ്സ്. അതും ഈ പറഞ്ഞ പോലെ എല്ലാ ബ്രാൻഡുകൾക്കും ഉണ്ട്. ഈ മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത് ഒരു ഫുൾ ചാപ്റ്ററിനെ ഒരു പേജിലായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കംപ്രസ് ചെയ്ത് അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എല്ലാം അതിൻ്റെ അകത്തുണ്ടാവും. അങ്ങനെ കംപ്രസ് ചെയ്ത ഒരു ഫോമാണ്. അത് മിക്ക ബ്രാൻഡുകൾക്കും ഇപ്പോൾ അവൈലബിൾ ആണ്. അഗൈൻ സൈലത്തിൻ്റെ അവൈലബിൾ ആണ്. അവർക്കിപ്പോൾ ഓൺലൈൻ സ്റ്റോർ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റഡി മെറ്റീരിയൽ മാത്രമായിട്ട് വേണമെങ്കിൽ അവിടുന്ന് മേടിക്കാം. ഞാൻ സൈലം എന്ന് പറയുന്നത് ഞാൻ നോക്കിയിട്ട് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് കണ്ടത് അവരുടെയാണ്. അതുകൊണ്ടാണ് അത് സജസ്റ്റ് ചെയ്തത്. അല്ലാതെ അവരുടെ ഒരു തരത്തിലുള്ള സ്പോൺസർഷിപ്പ് ഈ ചാനലില്ല കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും തോന്നിയ വേറൊരു സാധനം ഓസ്വാൽ ബ്രാൻഡിൻ്റെ RMT ഫ്ലാഷ് കാർഡ്സ് ആണ്. അത് നിങ്ങൾക്ക് അവസാനമൊക്കെ റിവിഷൻ ചെയ്യാൻ വേണ്ടി, അതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ കാർഡ് എടുത്ത് ക്വിക്ക് റിവിഷൻ ചെയ്യാനും നല്ലതായിരിക്കും തോന്നുന്നു കണ്ടിട്ട്. അതിനാകെയുള്ള പ്രശ്നം അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഒരു സബ്ജക്റ്റിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തേക്കുക. ഓരോ ബോക്സിനും ഏകദേശം 500 രൂപ വരും. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് മേടിക്കാൻ പോയാൽ 3000 രൂപയാവും. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിൽ അതിനെ മാത്രമായിട്ട് പർച്ചേസ് ചെയ്താൽ അത് ചിലപ്പോൾ യൂസ്ഫുൾ ആയിരിക്കും. ഇത് ആമസോണിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എഗെയിൻ ഈ പറഞ്ഞതൊന്നും സ്പോൺസർഷിപ്പ് അല്ല കേട്ടോ. നമ്മുടെ ഒരു ചെറിയ ചാനലാണ്. ഇങ്ങനെ സ്പോൺസർഷിപ്പ് കിട്ടാനുള്ള ഒരു വലിപ്പമൊന്നും ആയിട്ടില്ല. ഇനിയിപ്പോൾ സ്പോൺസർഷിപ്പ് കിട്ടുന്നൊരു കാലം വന്നാലും വെറുതെ ഒരു ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പരസ്യങ്ങളും ഈ ചാനലിൽ വരത്തില്ല. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് എനിക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ കൂടെ പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ. അടുത്ത പോയിന്റ് മിസ്റ്റേക്ക് ബുക്കാണ്. അത് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ MCQs ഒക്കെ ചെയ്യുമ്പം തെറ്റിപ്പോകുന്നതിൻ്റെ ക്വസ്റ്റ്യനും ആ ടോപ്പിക്കും കൂടെ ഒന്ന് എഴുതി വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബുക്കാണ്. അപ്പം അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് തെറ്റിപ്പോകുന്ന എല്ലാ ക്വസ്റ്റ്യൻസും എടുത്ത് അതിൻ്റെ അകത്ത് എഴുതേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്താൽ അത് യൂസ്ഫുൾ ആകത്തില്ല. നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചെയ്തു, അത് തെറ്റിപ്പോയി, പക്ഷേ അതിൻ്റെ സൊല്യൂഷൻ കണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയെങ്കിൽ പിന്നെ ആ ക്വസ്റ്റ്യൻ ഈ ബുക്കിലോട്ട് എഴുതേണ്ട ആവശ്യമില്ല. പക്ഷേ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് സൊല്യൂഷൻസ് കണ്ടാലും അങ്ങോട്ട് ക്ലിയർ ആകത്തില്ല. അപ്പോൾ അതുപോലുള്ള ക്വസ്റ്റ്യൻസും എസ്പെഷ്യലി എക്സാമിന് സ്ഥിരം റിപ്പീറ്റ് ചെയ്യുന്ന പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണതെങ്കിൽ അതിനെടുത്ത് ഈ മിസ്റ്റേക്ക് ബുക്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് ലാസ്റ്റ് 2 വീക്സിൽ റിവൈസ് ചെയ്യാൻ അത് യൂസ്ഫുൾ ആവും. മിസ്റ്റേക്ക് ബുക്ക് പോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യേണ്ട വേറൊരു സാധനമാണ് സ്റ്റിക്കി നോട്ട്സ്. ഈ സ്റ്റിക്കി നോട്ട്സ് ഞാൻ എൻ്റെ റിപ്പീറ്റിൻ്റെ സമയത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ രീതി തെറ്റായിരുന്നു. ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന എല്ലാം പിടിച്ച് ഈ സ്റ്റിക്കി നോട്ടിൽ എഴുതി ഭിത്തിയിൽ ഒട്ടിക്കുമായിരുന്നു. അപ്പോൾ എന്തായി, ഒരു 1.5 മാസം കൊണ്ട് ആ ഭിത്തി അങ്ങ് നിറഞ്ഞു. പിന്നെ അത് നോക്കുമ്പോൾ ഒരു സ്ട്രെസ്സും ടെൻഷനുമാണ് തോന്നുന്നത്. സോ അങ്ങനെ ചെയ്യുന്നതിൽ കാര്യമില്ല. നിങ്ങളൊരു ദിവസം പഠിക്കുന്ന പോർഷൻസിൽ എന്തായാലും മറന്നു പോകുമെന്ന് തോന്നുന്ന കുറച്ച് ടേംസും കുറച്ച് പോയിന്റ്സും കാണും. എസ്പെഷ്യലി ബയോളജിയിൽ കുറച്ചൊക്കെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യാനും ഉണ്ട്. അപ്പം അതും പിന്നെ ഫിസിക്സിൽ നിങ്ങൾ മറന്നു പോകുന്ന ഇക്വേഷൻസ്. അപ്പം ഇത് മാത്രം എടുത്ത് ഓരോ സ്റ്റിക്കി നോട്ടിൽ എഴുതി ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് പെട്ടെന്നൊന്ന് ഓടിച്ച് നോക്കണം. അപ്പം കാണാപ്പാടം പഠിക്കാനല്ല ശ്രമിക്കേണ്ടത്, ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക.
ഈ സെയിം പ്രോസസ്സ് നിങ്ങളൊരു 30 ദിവസമൊക്കെ ചെയ്യുമ്പോഴേക്കും അത് നിങ്ങളുടെ മെമ്മറിയിൽ കയറും. ഇത് നിങ്ങളോട് പറയണമെന്ന് എൻ്റെ വൈഫ് പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചതാണ്. കാരണം അവർക്ക് ഇത് നല്ലോണം എഫക്റ്റീവ് ആയിരുന്നു. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു ദിവസം നിങ്ങൾ 1-2 സാധനങ്ങളൊക്കെ എടുത്തൊട്ടിക്കാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളൊരു 40 ദിവസം പഠിച്ചു കഴിയുമ്പോഴേക്കും ഒരു 100 എണ്ണത്തിൽ കൂടുതൽ അവസാനം നോക്കാനുണ്ടാവും. ആ ഒരവസ്ഥ വരാതെ നോക്കണം. അടുത്ത പോയിന്റ്, നിങ്ങളുടെ NCERT ബുക്കിലെ എല്ലാ ചാർട്ടുകളും ഗ്രാഫുകളും ഡയഗ്രാംസും അതിൻ്റെ ലേബലിങ്ങും എക്സാമ്പിൾസ്, അതേപോലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ്, എക്സർസൈസിലെ ക്വസ്റ്റ്യൻസ്, സമ്മറി, ഇതൊന്നും നോക്കാൻ വിട്ടുപോകരുത്. നിങ്ങൾ ഇത്രയും ചെയ്താൽ ചിലപ്പോൾ അതിൽ നിന്ന് ഒരു 2-3 ക്വസ്റ്റ്യനെ കിട്ടുള്ളായിരിക്കും. പക്ഷെ ആ 3 ക്വസ്റ്റ്യൻ ഗ്യാരണ്ടീഡ് ആണ്. ഈ ടെക്സ്റ്റിലുള്ള സെയിം സാധനം തന്നെ വരും. അത് നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുന്ന മാർക്കാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും വിട്ടുപോകരുത്. ഫിസിക്സിൽ മാത്രം NCERT ടെക്സ്റ്റ് വായിക്കുക എന്ന് പറയുന്നത് അത്ര പ്രാക്ടിക്കൽ അല്ല. പക്ഷെ അതിൽ തന്നെ കുറച്ച് ചാപ്റ്റേഴ്സൊക്കെ കുറച്ച് തിയറി ഹെവി ആയിട്ടുള്ളതുണ്ട്. ഇപ്പം മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ പോലെ. ഫിസിക്സിലും NCERTയിലെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് വായിക്കണം എന്നുള്ളതും ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റായിട്ട് ഇടാം. പിന്നെ നിങ്ങൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്, നിങ്ങൾ +1 +2 ഒക്കെ പഠിച്ച പോലെ പഠിച്ച് ബൈഹാർട്ട് ആക്കേണ്ട ഒരു ആവശ്യം ഈ എക്സാമിനില്ല. അതായത് നിങ്ങളുടെ ഓർമ്മശക്തി എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ഫാക്ടർ അല്ല. നിങ്ങൾ കുറേ പേർക്കുള്ള പ്രശ്നമാണ് പഠിച്ചതൊന്നും ഓർമ്മ കിട്ടുന്നില്ല എന്നുള്ളത്. ഓർമ്മ കിട്ടാതിരുന്നോട്ടെ, അത് കുഴപ്പമില്ല. അത് നമ്മൾ ഓരോ റിവിഷൻ ചെയ്യുമ്പോഴും അത് കുറച്ച് ബെറ്റർ ആവും. പിന്നെ നമുക്ക് വേണ്ടത് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഓപ്ഷൻസ് കാണുമ്പോൾ അത് കണക്ട് ചെയ്യാൻ പറ്റിയാൽ മതി. അപ്പം അതിനൊരു പെർഫെക്റ്റ് മെമ്മറിയുടെ ആവശ്യമില്ല. അതുകൊണ്ട് പഠിച്ചത് ഓർമ്മ കിട്ടുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് ഡെസ്ക് പഠിച്ച് സമയം കളയാതെ ആ സമയം കൂടെ പഠിക്കാൻ ശ്രമിക്കും. പിന്നെ നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു കോമൺ മിസ്റ്റേക്കാണ് ഒരുപാട് സ്ട്രാറ്റജികളുടെ പുറകെ പോകുന്നത്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ബുക്കുകൾ ഒരുമിച്ച് റെഫർ ചെയ്യുന്നതായിരുന്നു പ്രശ്നം. ഇപ്പം നിങ്ങൾക്ക് യൂട്യൂബ് ഉള്ളതുകൊണ്ട് പല രീതിയിലുള്ള എക്സാം കണ്ടന്റുകൾ അവൈലബിൾ ആണ്. എല്ലാ ചാനലുകളിൽ കാണും ഒരു 0 to 700 എന്നൊക്കെ പറഞ്ഞൊരു സ്ട്രാറ്റജി. ഇതെല്ലാം കൂടെ നിങ്ങൾ കാണാൻ പോയാൽ ഒരുപാട് സമയം പോകും. ആ സമയം പോകുന്നത് നിങ്ങൾ അറിയത്തുമില്ല. അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോസ് കാണുമ്പോൾ അത് യൂസ്ഫുൾ ആകുന്നു എന്ന് വിചാരിച്ചാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതും ഓവറായ നിങ്ങൾക്ക് ബാക്കിയുള്ള ലിമിറ്റഡ് ടൈമാണ് വേസ്റ്റ് ആകുന്നത്. നിങ്ങൾക്ക് ശരിക്കും നീറ്റിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടി ഒരു സോഴ്സും, അതുപോലെ ക്ലാസ്സുകൾ കാണാൻ വേണ്ടി ഒരു സോഴ്സും, പ്ലസ് ഇതുപോലെ സ്ട്രാറ്റജീസ് ഒക്കെ കിട്ടാൻ വേണ്ടി ഒരു സോഴ്സ്, അത്രേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലൊരു സോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ തപ്പി പോകാതിരിക്കുക. കാരണം അങ്ങനെ നോക്കി തുടങ്ങിയാൽ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്. ഇതെല്ലാം കൂടെ കണ്ടു തീർക്കാൻ നിങ്ങൾക്ക് ഇനിയുള്ള 1.5 മാസം തികയത്തില്ല. അപ്പം നിങ്ങളറിയാതെ നിങ്ങൾക്ക് അങ്ങനെ സമയം പോകുന്നുണ്ടോയെന്നും നിങ്ങളറിയാതെ നിങ്ങൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും ഒന്ന് സെൽഫ് അനലൈസ് ചെയ്ത് അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തണം. ഇനിയിപ്പം ഈ ചാനലിൽ ഇടുന്ന വീഡിയോസിനെക്കാട്ടി യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് വേറൊരു ചാനലിൽ വേറെ സ്ട്രാറ്റജീസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അത് മാത്രം ഫോളോ ചെയ്താൽ മതി. നിങ്ങളുടെ സമയമാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അടുത്തതായിട്ട് നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഇനിയുള്ള 45 ദിവസം കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു പോകാൻ നിങ്ങളുടെ ഉറക്കവും ഡയറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ഉറക്കം. നിങ്ങൾ ആവശ്യത്തിന് ഉറങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾ ഇനി ചെയ്യാൻ പോകുന്ന വർക്കെല്ലാം വെറുതെ. ഈ ആവശ്യത്തിനുള്ള ഉറക്കം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 4 മണിക്കൂർ ഉറങ്ങിയിട്ട് നല്ല ഫ്രഷ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ. ഇല്ലെങ്കിൽ ഒരു 6-7 മണിക്കൂറെങ്കിലും ഉറങ്ങണം. അതൊരിക്കലും ഒരു വേസ്റ്റ് അല്ല. അതുപോലെ തന്നെ ഡയറ്റിൻ്റെ കാര്യം, നിങ്ങൾ ഇടയ്ക്ക് വിശക്കുമ്പോൾ കഴിക്കുന്ന സ്നാക്സ് ഒക്കെ ഒരുപാട് മധുരമുള്ളതും അല്ലെങ്കിൽ ഒരുപാട് കാലറി റിച്ച് ആയിട്ടുള്ള സാധനങ്ങൾ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. അത് ഒരുപാട് കഴിക്കുന്ന ശീലം ഉണ്ടായാലും നിങ്ങൾക്ക് മൂഡ് സ്വിങ്സ് ഒക്കെ വരും. നിങ്ങളുടെ എനർജി ലെവലിൽ ഫ്ലക്ച്വേഷൻസ് വരും. ഇതുപോലെ തന്നെ നിങ്ങൾ കോഫി, ചായ ഇതൊക്കെ ഉപയോഗിക്കുന്നതിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാനുണ്ട്. ഈ ടോപ്പിക്കിനെ കുറിച്ചായിരിക്കും അടുത്ത വീഡിയോ. അത് കാണുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാവും. അടുത്ത പോയിന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, എങ്കിലും ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ഒരു പോർഷനിൽ തന്നെ സ്റ്റക്കായി ഒരുപാട് നേരം കളയരുത്. നിങ്ങൾക്ക് കൃത്യം ഒരു റൗണ്ട് പഠിക്കാനും ഒരു റൗണ്ട് റിവിഷനും ഉള്ള രീതിയിലാണ് നിങ്ങളിപ്പോൾ ടൈം ടേബിൾ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തേക്കുന്നത്. അതിൽ ഒരിടത്ത് കൂടുതൽ സമയം യൂസ് ചെയ്താൽ ഈ ഫുൾ ടൈം ടേബിൾ കുളമാകും. അപ്പം നിങ്ങൾ സെറ്റ് ചെയ്ത സമയത്തേക്ക് ആ ടോപ്പിക്ക് പഠിക്കുക. എന്നിട്ട് ആ റിവിഷൻ കൂടെ കഴിയുന്നതോടെ എത്ര കംപ്ലീറ്റ് ആവുന്നോ അത്രയും മതി. അതേ നമുക്കിപ്പോൾ പോസിബിൾ ആകുള്ളൂ. അല്ലാതെ എല്ലാം പെർഫെക്റ്റ് ആക്കി പോകാമെന്ന് വിചാരിക്കേണ്ട. നിങ്ങളിൽ ഇപ്പോൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തവർ നേരെ തിയറി പഠിക്കുന്നതിന് മുമ്പായിട്ട് ഏത് രീതിയിൽ തിയറി പഠിച്ചാലാണ് നമ്മൾ ആൻസറിലോട്ട് എത്തുക എന്നൊരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ MCQs ജസ്റ്റ് ഒന്ന് നോക്കണം. എസ്പെഷ്യലി ബയോളജി ടെക്സ്റ്റ് വായിക്കുന്നതിന് മുമ്പ് ഏതൊക്കെ തരത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കാമെന്നൊരു ഐഡിയ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് വായിക്കുമ്പോഴാണ് അത് കൂടുതൽ എഫക്റ്റീവ് ആകുന്നത്. 10ാമത്തെ പോയിന്റിൻ്റെ കാര്യം ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് 9 പോയിന്റേ ഉള്ളായിരുന്നത്. അതുകൊണ്ട് ഞാൻ 10ാമത്തെ പോയിന്റായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയിലെ ഒരു സീൻ കാണിച്ചു തരാം. ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ദ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. ഇനി ആ സിനിമ കണ്ടിട്ടില്ലെങ്കിലും അതിലെ ഫൈനൽ സീൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും. കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിട്ട് അവസാനം ആ വിജയത്തിലോട്ട് എത്തുമ്പോൾ ഉള്ള ആ ഒരു മൊമെന്റ് ഇത്ര അടിപൊളിയായിട്ട് ക്യാപ്ചർ ചെയ്ത സിനിമകൾ വളരെ ചുരുക്കമേ ഉള്ളൂ. പക്ഷേ ഈ സിനിമയിലെ മറ്റൊരു സീനാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഇത് ശരിക്കും നടന്നൊരു കഥയെ ബേസ് ചെയ്തുള്ള സിനിമയാണ്. ക്രിസ് ഗാർഡനർ എന്ന വ്യക്തിയുടെ ലൈഫിലെ ഒരു 1-2 വർഷമാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ അയാൾക്കൊരു ചെറിയ മകനുണ്ട്, ഒരു 4 വയസ്സ് കാണുമായിരിക്കും. അപ്പം ഈ അച്ഛനും മകനും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഈ സിനിമയുടെ ഫോക്കസ്. ഒരു ദിവസം ഇയാൾ മകനെയും കൂട്ടി ബാസ്കറ്റ്ബോൾ കോർട്ടിൽ അവന് കളിക്കാൻ വേണ്ടി പോകും. അവൻ ആ വർഷത്തെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയത് ഒരു ബാസ്കറ്റ്ബോൾ ആയിരുന്നു. അപ്പോൾ അത് വെച്ച് കളിക്കാനുള്ള എക്സൈറ്റ്മെന്റിലാണ് അവൻ പോകുന്നത്. അവൻ അങ്ങനെ കളിക്കുന്നതിൻ്റെ ഇടയിൽ അച്ഛനോട് പറയും, എനിക്ക് വലുതാവുമ്പോൾ ഒരു ബാസ്കറ്റ്ബോൾ പ്ലെയർ ആകണം. ഇത് കേൾക്കുമ്പോൾ അച്ഛന് ചെറിയൊരു ടെൻഷൻ ആവും. എന്നിട്ട് അച്ഛൻ പറയും,
എടാ നിനക്കൊരു ബാസ്കറ്റ്ബോൾ പ്ലെയർ ആകാനുള്ള ചാൻസ് വളരെ കുറവാണ്. പണ്ട് ഈ അച്ഛനും അതേ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, അതിന് ശ്രമിച്ചിട്ട് പക്ഷെ നടന്നിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ആഗ്രഹം കൊണ്ട് മുമ്പോട്ട് പോയി അവസാനം നിരാശപ്പെടരുതെന്ന് ഒരു അഡ്വൈസ് പോലെ അച്ഛൻ ഈ മകനോട് പറയും. ഇത് കേട്ട് ഡിസ്കറേജ്ഡ് ആയിട്ട് ആ ചെറിയ കൊച്ച് കളിയൊക്കെ നിർത്തി ബോൾ എടുത്ത് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഒരുങ്ങും. ഇത് കണ്ടപ്പോൾ അച്ഛന് മനസ്സിലായി അയാൾ പറഞ്ഞത് ശരിയായില്ല എന്ന്. എന്നിട്ട് മകൻ്റെ അടുത്ത് നിന്ന് ഒരു ഡയലോഗ് പറയും. Don't ever let somebody tell you you can't do something. Not even me. All right? All right. You got a dream, you got to protect it. People can't do something themselves. They want to tell you you can't do it. You want something, go get it. Period. നിനക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ അത് നീ പ്രൊട്ടക്റ്റ് ചെയ്യണം. മറ്റുള്ളവർ ചിലപ്പം അവർക്കത് സാധിക്കാത്തത് കൊണ്ട് നിന്നോടും ഇതിൻ്റെ പുറകെ നടന്ന് സമയം കളയണ്ടെന്നൊക്കെ പറയും. പക്ഷേ അത് ഇഗ്നോർ ചെയ്യുക. ഇഫ് യു വാണ്ട് സംതിങ് ഗോ ഗെറ്റ് ഇറ്റ്. ഈ ഒരു മെസ്സേജാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. സോ നിങ്ങളെല്ലാവരും കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പഠിച്ചു പോവുക. റിസൾട്ടിനെ കുറിച്ച് ഒരുപാട് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ നല്ലോണം കഷ്ടപ്പെട്ട അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ പെൻഡിങ് പോർഷൻസ് ഒക്കെ ഉണ്ടാവും. ഇപ്പം ഒരു ടോപ്പിക്കിൽ തന്നെ സ്റ്റക്കായി നിൽക്കാതെ നോക്കുക. പഠിച്ച കാര്യങ്ങൾ ചിലപ്പോൾ അടുത്ത ദിവസം ഓർമ്മ കിട്ടത്തില്ല, അതും കുഴപ്പമില്ല, അതും ആലോചിച്ച് ടെൻഷൻ ആകരുത്. അതുപോലെ മോക്ക് എക്സാംസിനും ചിലപ്പോൾ മാർക്ക് കുറവായിരിക്കും, അത് ആലോചിച്ചും സമയം കളയരുത്. അടുത്ത വീഡിയോയിൽ നമ്മൾ സ്ലീപ്പ് ആൻഡ് ഡയറ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ ശരിയാക്കിയാൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 2 to 3% നിങ്ങളുടെ റിസൾട്ട് ഇമ്പ്രൂവ് ചെയ്യായിരിക്കും. അത് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വിചാരിക്കേണ്ട. ആ വീഡിയോയും മിസ്സാക്കാതെ കാണുക. സോ ടേക്ക് കെയർ.